ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഡിസൈനിങ് പേജിനേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളത്തെ പോസിബിലിറ്റീസ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഇമേജസ് ബൈ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ കൊണ്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്യും മാനിപ്പുലേറ്റും ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. കോമ്പിനേഷൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ. പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയാൻ പോകുന്നത്. 2D കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് ഒന്നാമത്തത് പോസിബിലിറ്റി. ഡിജിറ്റൽ പെയിൻറ്റിംഗ് ആണ് അതിലൊന്നാമത്തത്. ഡിജിറ്റൽ ബ്രഷസ് കൊണ്ടും ടൂൾസ് കൊണ്ടും ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വെക്ടർ ഗ്രാഫിക്സ് ആണ്. വെക്ടർ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ ലോഗോ ഡിസൈൻ ചെയ്യുന്ന ഐക്കൺ ഡിസൈനിങ് അങ്ങനത്തെ ഓരോരോ ഡിസൈനിങ് ആണ് വെക്ടർ ഗ്രാഫിക്സ്. ആനിമേഷൻ 2D ആനിമേഷൻ ആണ് ഫോർ ഫിലിംസ്, TV ഷോസ് ആൻഡ് വീഡിയോ ഗെയിംസ്. ഈ ഗെയിംസിന് വേണ്ടിയും TV ഷോസിന് വേണ്ടിയൊക്കെ 2D ആയിട്ടുള്ള ആനിമേഷൻ ചെയ്യുന്നതാണ് ആനിമേഷൻ എന്ന പ്രോസസ്സ്. ഗ്രാഫിക് ഡിസൈൻ എന്ന് വെച്ചാൽ അടുത്ത ഗ്രാഫിക് ഡിസൈനാണ്. വിഷ്വൽ ആൻഡ് എലമെൻറ്റ്സ് ഫോർ വെബ്സൈറ്റിനും മാഗസീൻസിനും അഡ്വർടൈസ്മെൻറ്റ്സിനും വേണ്ടി ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നതാണ്. വിഷ്വലി എലമെൻറ്റ്സ് ഉണ്ടാക്കുന്നതാണ് ഗ്രാഫിക് ഡിസൈൻസ്. രണ്ടാമത്തെ പോസിബിലിറ്റിയാണ് 3D കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. 3D മോഡലിംഗ് ആണ് അതിൽ ഒന്നാമത്തത്. ഈ 3D മോഡൽസ് ഒബ്ജക്ട്സിന് 3D മോഡൽസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ക്യാരക്ടേഴ്സ് പിന്നെ എൻവയോൺമെൻറ്റ്സ് ഉണ്ടാക്കുന്നതാണ് 3D മോഡലിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ 3D ആനിമേഷൻ ആണ്. ക്രിയേറ്റ് 3D ആനിമേഷൻ ഫോർ ഫിലിംസ്, TVs ആൻഡ് വീഡിയോ ഗെയിംസ് ആണ്. വീഡിയോ ഗെയിംസിന് വേണ്ടി ആദ്യം 2D ആനിമേഷൻ ചെയ്ത പോലെ തന്നെ 3D ആനിമേഷൻ ചെയ്യുന്നതാണ് ഈ 3D ആനിമേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് വിഷ്വൽ എഫക്ട്സ് ആണ്. സ്പെഷ്യൽ എഫക്ട്സ് ടു ലൈവ് ആക്ഷൻ ഫൂട്ടേജസിന് വേണ്ടി സ്പെഷ്യൽ എഫക്റ്റ് ആഡ് ചെയ്യുന്നതാണ് വിഷ്വൽ എഫക്ട്സ്. നാലാമത്തെ വെർച്വൽ റിയാലിറ്റി ആണ്. വെർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി, VR ആൻഡ് AR. ഈ ക്രിയേറ്റ് ഇമ്മൻസീവ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് വെർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി. ഇനി പറയാൻ പോകുന്നത് പോസിബിലിറ്റി സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ആപ്ലിക്കേഷൻ ആണ്. ഡാറ്റ വിഷ്വലൈസേഷൻ ആയാലും ഒന്നാമത്തത്. ഡാറ്റ വിഷ്വലൈസേഷൻ വെച്ചാൽ സയന്റിഫിക് റിസർച്ച് ആൻഡ് അനലൈസിസ് കോംപ്ലക്സ് ഡാറ്റ വിഷ്വലൈസേഷൻ ചെയ്യുക എന്ന് വെച്ചാൽ സയന്റിഫിക് റിസർച്ചിനും അനലൈസിസിനും വേണ്ടി കോംപ്ലക്സ് ഡാറ്റ വിഷ്വലൈസ് ചെയ്യുന്നതാണ് ഡാറ്റ വിഷ്വലൈസേഷൻ. രണ്ടാമത്തത് മെഡിക്കൽ ഇമേജിംഗ് ആണ്. ഈ മെഡിക്കൽ റിസർച്ചിനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ട് ഹ്യൂമൻ ബോഡിൻ്റെ 3D മോഡൽസ് ഉണ്ടാക്കുന്നതിനാണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ആണ്. അത് ബിൽഡിങ്ങിൻ്റെ മോഡലും സ്ട്രക്ചറൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന് 3D ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. പ്ലാനിങ്ങിനും ഇതിനൊക്കെ വേണ്ടി 3D ഡിസൈൻ ചെയ്യുന്നതാണ് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റിമുലേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. സ്റ്റിമുലേഷൻ ട്രെയിനിങ് വെച്ചാൽ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടി എൻവിറോൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്റ്റിമുലേഷൻ ആൻഡ് ട്രെയിനിങ്. ലാസ്റ്റിലത്തെ പോസിബിലിറ്റീസ് ആണ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതിലൊന്നാമത്തത് ഇൻട്രാക്റ്റീവ് ലേണിംഗ് ആണ്. പഠിക്കാൻ ആവശ്യമായ ഇൻട്രാക്റ്റീവ് 3D മോഡൽ ആൻഡ് സ്റ്റിമുലേഷൻ ക്രിയേറ്റ് ചെയ്യലാണ് ഇൻട്രാക്റ്റീവ് ലേണിംഗ്. രണ്ടാമത്തത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് യൂസ് ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ആൻഡ് അനലൈസ് കോംപ്ലക്സ് ഡാറ്റ. ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കൊണ്ട് വിഷ്വലൈസും അനലൈസും ചെയ്യുന്ന കോംപ്ലക്സ് ഡാറ്റ വിഷ്വലൈസും അനലൈസും ചെയ്യുന്നതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. മൂന്നാമത്തെ വെർച്വൽ ലാബ്സ് ആൻഡ് സ്റ്റിമുലേഷൻസ് ആണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് വെർച്വൽ ലാബ്സ് ആൻഡ് സ്റ്റിമുലേഷൻസ്. ഇതാണ് ഈ ടോപ്പിക്കിനെ പറ്റി പോസിബിലിറ്റീസ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന ടോപ്പിക്കിനെ പറ്റി പറയുന്നത്. താങ്ക് യു.